2-3 പ്രസംഗങ്ങൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും തിരിഞ്ഞു പോകാവൂ. മഹാരാഷ്ട്ര ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യഥാർത്ഥത്തിലുള്ള ജനവിധിയല്ല പ്രകടമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മെഷീനെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർന്നു വരികയാണ്. തെരഞ്ഞെടുപ്പ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ഫ്രോഡാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഓരോ ദിവസം കഴിയും തോറും വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇനി ഉണ്ടാകേണ്ടത് ബാലറ്റ് പേപ്പറിലൂടെയുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. EVM മെഷീനെ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ യഥാർത്ഥ ജനവിധി അല്ല പ്രതിഫലിപ്പിക്കുന്നത്, മെഷീനിലുള്ള കള്ളക്കളി തന്നെയാണ്. ഇപ്പോൾ ഒരു മാധ്യമം, ദേശീയ തലത്തിലൊരു മാധ്യമം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, 5.5 ലക്ഷം വോട്ട് അധികം എണ്ണിയിരിക്കുന്നു. നാന്ദേഡ് നിയമസഭയിൽ 6 അസംബ്ലി മണ്ഡലത്തിലും നമ്മൾ തോറ്റു, പക്ഷെ പാർലമെൻറ്റ് ജയിക്കുന്നു. നാന്ദേഡിൽ ഒരു വീട്ടിലെ 64 പേര് സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തിൽ വോട്ട് ചെയ്യുന്നു, പക്ഷെ അദ്ദേഹത്തിന് 4 വോട്ടേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ അതിൻ്റെ നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായ ക്രമക്കേടുകൾ ആണ് BJP അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതിനെതിരായ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കും. എന്തെല്ലാം വേണമെന്ന് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.